പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാനിതിനകത്ത് സവോളയോ ഉള്ളി ഒന്നും ആഡ് ചെയ്യുന്നില്ല. പക്ഷേ നല്ല രുചികരവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് പുരട്ടിയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ക്യാബേജ് മെഴുക്ക് പുരട്ടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം ക്യാബേജ് വളരെ തിൻ സൈസ് സ്ലൈസസ് ആയിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അതൊരു 1/2 കിലോ കാണും. പിന്നെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. 1 ടീസ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തത്, 1/2 ടീസ്പൂൺ ഉണക്കമുളക് പൊടിച്ചത്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, 1 തണ്ട് കറിവേപ്പില. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉപ്പും മഞ്ഞളും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആഡ് ചെയ്യാം. ചൂടായ പാനിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഈ ഇഞ്ചി, വെളുത്തുള്ളി, ഉണക്കമുളക്, പച്ചമുളക് ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കാം. പിടിച്ച് ഓഫീസിലേക്കൊക്കെ ഓടാൻ നിൽക്കുമ്പോൾ രാവിലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എളുപ്പം മെഴുക്ക് പുരട്ടിയാണിത്. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞളും കൂടി ഇട്ട് ഇളക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാനിതിനകത്ത് സവോളയോ ഉള്ളി ഒന്നും ആഡ് ചെയ്യുന്നില്ല. പക്ഷേ നല്ല രുചികരവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് പുരട്ടിയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കാം. ക്യാബേജ് ഇട്ട് നല്ലപോലെ യോജിപ്പിച്ച് ഈ സമയത്ത് നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂണാണ് ഇപ്പോൾ ഇടുന്നത്. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു 5 to 10 മിനിറ്റ്സ് നല്ലപോലെ വേവിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്ലെയിം ലോയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ലോ ടു മീഡിയമിൽ തന്നെ വെച്ച് വേണം ഇത് വേവിക്കാനായിട്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം. സാധാരണഗതിയിൽ നമുക്ക് ഇതിനകത്ത് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല, പക്ഷേ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ സാധാരണഗതിയിൽ നമ്മൾ മെഴുക്ക് പുരട്ടികളിൽ ഈ ഇഞ്ചി ആഡ് ചെയ്യാത്തതാണ്. പക്ഷേ ക്യാബേജിനൊരു നല്ല കോമ്പിനേഷനാണ് ഇഞ്ചി ആഡ് ചെയ്യുന്നത്. ക്യാബേജ് ഒന്ന് പകുതി വെന്ത് വരുമ്പം നമുക്ക് ഈ കറിവേപ്പില കീറി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് ഇട്ട് കൊടുക്കുമ്പോഴാണ് കറിവേപ്പിലയുടെ നല്ല ഫ്ലേവർ കറിയിൽ നല്ലപോലെ നിൽക്കുന്നത്. അടച്ചു വെച്ച് ഇനിയും വേവിക്കാം. ക്യാബേജ് ഒരു 1/4 പരുവം വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് തുറന്നിട്ട് വേവിക്കാം. ഈ സമയത്ത് നമുക്ക് ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന കുരുമുളക് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റാണ് കുരുമുളക് ഇടേണ്ടത്. അപ്പം കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് മുമ്പേ നിൽക്കും. അതാണ് ഈ മെഴുക്ക് പുരട്ടിയുടെ പ്രത്യേകത. അപ്പം നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് തുറന്നിട്ട് വേവിക്കാം. സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 3-4 തുള്ളി നാരങ്ങാനീരും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഭയങ്കര അടിപൊളി ടേസ്റ്റ് എൻഹാൻസ് ചെയ്യും ക്യാബേജിന് നാരങ്ങാനീര്. അപ്പം അധികം ഒഴിക്കരുത്, ഒരു 3-4 തുള്ളി നാരങ്ങാനീര് പിഴിഞ്ഞൊഴിക്കും. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ലാത്ത ക്യാബേജ് മെഴുക്ക് പുരട്ടി റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം.